താൻ നോക്കി നിൽക്കെ റോഷനൊപ്പം കാറിൽ കയറിപ്പോകുന്ന ദേവുവിനെ കണ്ടതും അബിയുടെ മുഖം വലിഞ്ഞു മുറുകി. അബിയേട്ടാ, ദേവു ചേച്ചി എവിടെ? അപ്പുവിൻ്റെ ചോദ്യമാണ് അബിയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. പോയി, അബി പതിയെ പറഞ്ഞു. പോയോ? നമ്മളെ വിട്ട് ചേച്ചി എങ്ങോട്ട് പോവാൻ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നാലെ അപ്പുവും. ദേവുവിനെയും കുഞ്ഞിനെയും അവളുടെ വീട്ടിലിറക്കി ആ കാർ അവിടെ നിന്ന് പോവുകയായിരുന്നു. വണ്ടി നിർത്തുന്ന ശബ്ദം കേട്ടതും ദേവദത്തും ദക്ഷും പാറുവും ഇറങ്ങി വന്നു. ദക്ഷ് ദേവുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വാങ്ങി വാരിപ്പുണർന്നു ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു വന്നു. മോളെ, ദേവദത്ത് ദേവുവിൻ്റെ മുടിയിഴകളിലൂടെ വാത്സല്യത്തോടെ വിരലോടിച്ചു. ആ നിമിഷം ദേവു തൻ്റെ പപ്പയെ ഇറുകെ പുണർന്നു ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവനും ഒഴുക്കിക്കളഞ്ഞു. ഇതാരാ? കുഞ്ഞു ദേവു ആണോ? ദക്ഷിൻ്റെ കയ്യിലെ കുഞ്ഞിന് നേരെ പാറു കൈ നീട്ടിയതും അവൾ ദക്ഷിൻ്റെ തോളിൽ മുഖമൊളിപ്പിച്ചു. ആഹാ, അത് ശരി. അപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ? ഞങ്ങളെയൊന്നും കണ്ട് പരിചയമില്ലല്ലോ അല്ലേ? ദക്ഷി മാമനെ ഇടയ്ക്കിടെ കാണുന്നതാണല്ലോ. പാറു പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞ് ദക്ഷിൻ്റെ തോളിൽ നിന്ന് മെല്ലെ മുഖമുയർത്തി പാറുവിനെ നോക്കി. പാറുവിൻ്റെ വീർത്ത വയറിലായിരുന്നു വേദുവിൻ്റെ നോട്ടം. മോളിങ്ങോട്ട് വന്നേ, അപ്പൂപ്പൻ എടുക്കട്ടെ. ദേവദത്ത് നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് കുഞ്ഞിന് നേരെ കൈനീട്ടി. അന്നേരം കുഞ്ഞ് ദേവുവിനൊന്ന് നോക്കി. വേദൂട്ടിയുടെ ഗ്രാൻഡ്പാ അല്ലേ, ചെല്ല്. ദേവു പറഞ്ഞത് കേട്ട് വേദാലക്ഷ്മി എന്ന വേദൂട്ടി അയാളുടെ മേലേക്ക് ചാടി. വേദൂട്ടിയെയും തോളിലിട്ട് ദേവദത്ത് അകത്തേക്ക് കയറി. ദക്ഷ് ദേവുവിനെയും ചേർത്ത് പിടിച്ചു പിന്നാലെ നടന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അബി ആരോടും ഒരക്ഷരം സംസാരിക്കാതെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഡോറടച്ച് ലോക്ക് ചെയ്ത് ബെഡിലിരുന്ന് മുടിയിൽ കൊരുത്ത് വലിച്ചു നെഞ്ചു പൊട്ടി കരയുന്ന അബിയുടെ മനസ്സിൽ വന്നു നിറയുന്നത് അമ്മ എന്നും വിളിച്ചുകൊണ്ട് ദേവുവിൻ്റെ അരികിലേക്ക് ഓടിവന്ന ആ കുഞ്ഞു മാലാഖയാണ്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ആ മുഖം മനസ്സിൽ നിന്നും മായുന്നതേയില്ലായിരുന്നു. ആ കുഞ്ഞ് തൻ്റേതാണെന്ന് മനസ്സുറപ്പിച്ചു പറയുന്നത് പോലെ. പക്ഷേ അവനെ എന്തിനാ ആ കുഞ്ഞ് പപ്പയെന്ന് വിളിച്ചത്? തൻ്റെ അമ്മ മറ്റൊരാളുടേതാണെന്ന് തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണ് മറ്റൊരുത്തൻ്റെ ഭാര്യയാവുന്നതും കുഞ്ഞിൻ്റെ അമ്മയാവുന്നതും. തൻ്റെ മുന്നിൽ വെച്ചല്ലേ അവൻ അമ്മൂൻ്റെ കൈയും പിടിച്ചു പോയത്, അബി മനസ്സിൽ പറഞ്ഞു. അബിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. വാർഡ്രോബ് തുറന്ന് ഇത്രയും നാളും പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ച ദേവുവിൻ്റെ ഡ്രസ്സുകൾ മുഴുവനും അവൻ വാരി വലിച്ചിട്ടു. തറയിൽ ചിതറിക്കിടക്കുന്ന ദേവുവിൻ്റെ സാധനങ്ങളിലൂടെയൊക്കെയും അവനൊന്ന് കണ്ണോടിച്ചു. അതിനിടയിലാണ് താഴെ വീണ് കിടക്കുന്ന ഒരു ജോഡി ബേബി ഷൂസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കണ്ടതും അവൻ്റെ മുഖം സംശയത്താൽ ചുളുങ്ങി. അവനത് കയ്യിലെടുത്തു. അതിൽ നൗ വി ആർ 3 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും ഒരു നിമിഷം അബി ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. നിറഞ്ഞ കണ്ണാൽ അബി ആ ഷൂസ് തിരിച്ചും മറിച്ചും നോക്കി. അപ്പോഴാണ് അതിനകത്ത് നിന്നും ഒരു പ്രഗ്നൻസി കാർഡ് താഴെ വീഴുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ അബി അത് എടുത്തു. അതിൽ തെളിഞ്ഞു കണ്ട 2 ചുവന്ന വര കണ്ടതും ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെയും എങ്ങോട്ടോ മാഞ്ഞു പോയതുപോലെ. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പൂർവാധികം ശക്തിയോടെ ആ കുഞ്ഞിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ ഷൂസും പ്രഗ്നൻസി കാർഡും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിനെ ചുണ്ടോട് ചേർക്കുമ്പോൾ താൻ നഷ്ടപ്പെടുത്തിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് അവൻ്റെ ഹൃദയം വേദനിച്ചു. കൂടുതലൊന്നും ആലോചിക്കാതെ ആ ഷൂസും പ്രഗ്നൻസി കാർഡും ഒരു കവറിലാക്കി കയ്യിൽ പിടിച്ചു ധൃതിയിൽ മുറിവിട്ടിറങ്ങി. ഒന്നും പറയാതെ വണ്ടിയും എടുത്തു പോകുന്ന അബിയെ അപ്പവും ചോട്ടുവും നോക്കി നിന്നു. അബിയുടെ വണ്ടി ദേവുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. അവൻ്റെ വണ്ടി ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു. ഇടയിൽ റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു. അതിനിടെയാണ് വഴിയരികിലെ തട്ടുകടയിലേക്ക് അബിയുടെ നോട്ടം ചെന്നെത്തുന്നത്. ദേവു നേരത്തെ റോഷൻ സാമോൽ എന്നും പറഞ്ഞ് തനിക്ക് പരിചയപ്പെടുത്തിയ ആളും ഒരു സ്ത്രീയും കൂടെ ഒരു കുട്ടിയും ഉണ്ട്. അബിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അബി വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. അയാളും ഭാര്യയും ഭക്ഷണം കഴിച്ച് തിരികെ വണ്ടിയുടെ അരികിലേക്ക് നടന്ന് വരികയായിരുന്നു. ആ ഒരു നിമിഷം മാറിൽ കൈ പിണച്ചു കെട്ടി തൻ്റെ വണ്ടിയിൽ ചാരി നിൽക്കുന്ന അബിയാണ് അവർ കാണുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ അബിയെ കണ്ടതുകൊണ്ടാവാം റോഷൻ്റെ മുഖത്ത് അതിൻ്റേതായ ഞെട്ടലുണ്ട്. മിസ്റ്റർ റോഷൻ സാമുവൽ, ഒരേ സമയം 2 ഭാര്യമാരെ കൊണ്ടു നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാത്രമോ, ഒരേ പ്രായത്തിൽ 2 പെൺകുട്ടികളും. ഭാര്യയുടെ അറിവോടെ തന്നെയാണോ ഇതൊക്കെയും? അബിയുടെ ചോദ്യം കേട്ട് അയാളുടെ ഭാര്യ ഒന്നും മനസ്സിലാവാതെ അബിയെ ഒന്ന് നോക്കി. അബിയുടെ സംസാരത്തിലെ പരിഹാസ ചുവ അയാൾ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ആരാ, മനസ്സിലായില്ലല്ലോ? അയാളുടെ ഭാര്യ ചോദിച്ചു.
അത് ഈ നിൽക്കുന്ന റോഷൻ സാമുവലിനറിയാം, അബിയാണ് പറഞ്ഞത്. റോഷൻ സാമുവലോ? ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് വിശാൽ ശേഖറാണ്. ഞാൻ ഷാലു വിശാൽ. ഇത് ഞങ്ങളുടെ മോൾ ആലിൻ റോസ്. പിന്നെ നിങ്ങൾ 2 ഭാര്യയെന്നും മകളെന്നും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായില്ലല്ലോ, ആ സ്ത്രീ അബിയോട് ചോദിച്ചു. ദേവാൻഷികയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്, അബി മറുപടി പറഞ്ഞു. ദേവു അവളെൻ്റെ കൂട്ടുകാരിയാ. ഞങ്ങൾ UK ഒരുമിച്ച് വർക്ക് ചെയ്യുക. താമസം തൊട്ടടുത്ത ഫ്ലാറ്റിലാണ്. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് വന്നതാ. വിശാലിൻ്റെ വീട് ഇവിടെ അടുത്താണ്. പിന്നെ ദേവുവിൻ്റെ കുഞ്ഞ് അത് അവളുടെയും അവളുടെ ഹസ്ബൻഡ് ഡോക്ടർ അഭിമന്യുവിൻ്റെയാണ്. ഞങ്ങളുടെ മോള് വിശാലിനെ പപ്പയെന്ന് വിളിക്കുമ്പോൾ വേദമോളും പപ്പയെന്ന് വിളിക്കും. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് ദേവുവിനെ എങ്ങനെയാ പരിചയം? വിശാലിൻ്റെ ഭാര്യ ഷാലുവാണ് ഇതൊക്കെയും ചോദിച്ചത്. വേദമോൾ. ആ പേര് കേട്ടതും അബിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. വേദാലക്ഷ്മി. ആദ്യത്തെ പെൺകുഞ്ഞായാൽ ആ പേരിടുന്ന് താൻ ഒരിക്കൽ ദേവുവിനോട് പറഞ്ഞിരുന്നു. പിന്നീട് അബിക്ക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അബി മറുപടിയൊന്നും പറയാതെ ധൃതിയിൽ നടന്നു പോകുന്നത് ഇരുവരും നോക്കി നിന്നു. വിശാൽ ആരാത്? ഷാലു ചോദിച്ചു. എടി ബുദ്ധൂസേ, അതാണ് സാക്ഷാൽ ഡോക്ടർ അഭിമന്യു, ദേവുവിൻ്റെ ഹസ്ബൻഡ്, വേദമോളുടെ അച്ഛൻ. ഞാൻ നിന്നോട് നേരത്തെ നടന്നൊക്കെയും പറഞ്ഞതല്ലേ. ദേവു കുറച്ചുനാൾ അയാളൊന്ന് കളിപ്പിക്കാനിരുന്നതാ. ഇനിയിപ്പോൾ എല്ലാം പൊട്ടിപ്പാളീസായില്ലേ. എന്തായാലും 2 ദിവസം നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോ, ഇല്ലേ നിൻ്റെ കൂട്ടുകാരൻ നിന്നെ വെച്ചേക്കില്ല. അയ്യോ, അത് ഇയാളായിരുന്നോ? പിന്നല്ലാതെ, എൻ്റെ കെട്ടിയോനെ മറ്റൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂ. എന്തായാലും വിശാൽ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ് ബുദ്ധി. നീ നടക്ക് എന്നും പറഞ്ഞ് വിശാൽ ഭാര്യയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അബിക്ക് കൂടുതലൊന്നും അറിയണമെന്നില്ലായിരുന്നു. അത് തൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി. തന്നെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദേവ് മനഃപൂർവ്വം പറഞ്ഞതാണ് അതൊക്കെയും. ദേവുവിൻ്റെ ഈ ഒളിച്ചോട്ടത്തിന് ദക്ഷിണും കാര്യമായ റോളുണ്ടെന്ന് അബിക്ക് ബോധ്യമായി. എത്ര തവണയാ താൻ അവനോട് കെഞ്ചി ചോദിച്ചത് അവളെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറയണമെന്ന്. എന്നിട്ടും അവൻ പറഞ്ഞില്ല. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് അവരെയൊക്കെ ബോധ്യപ്പെടുത്തുക? ഞാൻ എന്തുകൊണ്ടാ നിമിഷം അവളെ തള്ളി പറഞ്ഞുവെന്ന് എനിക്കും ദൈവത്തിനും പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കും മാത്രമേ അറിയൂ. എന്നാലും ഇത്രയും വലിയൊരു ശിക്ഷ അവൾ തരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അബി ദേവുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. ഇതേ സമയം ദക്ഷും ദേവും തമ്മിൽ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു. പാറു വേദമോളെയും കൊണ്ട് ബാൽക്കണിയിൽ ചെന്ന് പുറത്തെ കാഴ്ചകളൊക്കെയും കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനിയും വേദമോൾ അവളുടെ അച്ഛനിൽ നിന്ന് അകറ്റി നിർത്താനാണോ നിന്റെ ഉദ്ദേശം? എങ്കിലത് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നീ അബിക്ക് കൊടുക്കുന്ന ശിക്ഷയിലൂടെ നഷ്ടം സംഭവിക്കുന്നതേ നിന്റെ മോൾക്കാണ്. അച്ഛൻ്റെ സ്നേഹവും കരുതലും ലഭിക്കേണ്ട പ്രായമാണിത്. ഇപ്പം തന്നെ എൻ്റെ അച്ഛനെവിടെയെന്ന് എന്നോട് ഒരുപാട് തവണ ചോദിച്ചു. നീ അച്ഛനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണത്രേ. ദക്ഷ പറഞ്ഞത് കേട്ട് ദേവു ഒന്നും മിണ്ടിയില്ല. ഇനിയും അവനെങ്ങനെ ശിക്ഷിക്കണോ? 5 വർഷം കൊണ്ട് അവൻ ഒരുപാട് അനുഭവിച്ചു. ദച്ചുവേട്ടന് എന്നും വലുത് കൂട്ടുകാരൻ തന്നെയാണല്ലോ. ഈ 5 വർഷത്തിനിടയിൽ ദച്ചുവേട്ടൻ എത്ര തവണ ഇക്കാര്യം പറഞ്ഞു. എൻ്റെ മനസ്സെന്താ ദച്ചുവേട്ടൻ കാണുന്നില്ല? മോളെ, അതല്ല. വേണ്ട ദച്ചുവേട്ടാ, എനിക്ക് തിരിച്ചു പോകണം. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നേ. തിരിച്ചു പോവാനോ? അതൊന്നും പറ്റില്ല. പോണം. ഇപ്പം എനിക്ക് പോയേ പറ്റൂ. 2 മാസം കഴിഞ്ഞ് ഞാൻ വരും. അതുവരെ മോളുടെ കാര്യം ആരും അറിയണ്ട. അത് കഴിഞ്ഞ് വേണേ അയാളുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുത്തേക്കാം. അതുവരെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ ദച്ചുവേട്ടാ. എന്നെ എന്നും തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ. അത്രയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ പപ്പയെക്കാളും ദച്ചുവേട്ടനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ ഞാൻ അങ്ങേരെ സ്നേഹിച്ചു പോയി. അതിനുള്ള ശിക്ഷയാവും ഇതൊക്കെ. എന്നെ തള്ളി പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. അല്ലേലും പെങ്ങന്മാരുടെ കാര്യം വരുമ്പോൾ ആളെന്നെ മറന്നു പോവുകയാണല്ലോ പതിവ്. അതെനിക്ക് ശീലമാണല്ലോ. പക്ഷെ എന്നെ വേദനിപ്പിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അത്രയും പറഞ്ഞു ദേവ് നിർത്തി. അപ്പോഴാണ് പാറു മുറിയിലേക്ക് പാഞ്ഞു വരുന്നത്. ദച്ചുവേട്ടാ, ദേ അബിസാറ് വരുന്നുണ്ട്. പാറു അതും പറഞ്ഞ് നാക്കകത്തേക്കിട്ടില്ല. അപ്പോഴേക്ക് അബി മുറിയുടെ വാതിൽക്കലെത്തിയിരുന്നു. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി മുറിയിലേക്ക് കയറി വന്നു. അബിയെ കണ്ട ഞെട്ടില്ലായിരുന്നു എല്ലാവരും. എങ്കിലും അബിയുടെ കണ്ണുകൾ വേദയിൽ മാത്രമായിരുന്നു. പാറുവിൻ്റെ കയ്യിൽ നിന്നും വേദുവിനെ എടുക്കുമ്പോൾ പാറുവിന് കുഞ്ഞിനെ കൊടുക്കാതിരിക്കാനായില്ല. യാന്ത്രികമായി പാറുവിൻ്റെ കൈകൾ അയഞ്ഞു തുടങ്ങി. അബി കുഞ്ഞിനെ ചുംബനം കൊണ്ട് പൊതിഞ്ഞപ്പോൾ കുഞ്ഞ് അവനെ തന്നെ നോക്കി നിന്നു. ആരാ? വേദ ചോദിച്ചു. ആ കുഞ്ഞു മുഖത്ത് അപരിചിതത്വവും
നേരിയ പേടിയും വിളിച്ചോതുന്നുണ്ട്. ഞാൻ ഞാൻ മോളുടെ അച്ഛനാ. അബിയുടെ ശബ്ദത്തിൽ വിറയൽ അനുഭവപ്പെട്ടു. വേദൂട്ടിയുടെ അച്ഛനാണോ? വിടർന്ന കണ്ണാലെ അവൾ ചോദിച്ചു. അബി നിറഞ്ഞ കണ്ണാലെ തലയണയ്ക്ക് കൊണ്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്താ ഇത്രയും നാളെ എന്നെ കാണാൻ വരാഞ്ഞേ? എനിക്ക് അച്ഛനെ ഒത്തിരി ഒത്തിരി മിസ് ചെയ്തു. ഇനി വേദുവിനെ വിട്ട് അച്ഛൻ എങ്ങും പോവല്ലേ? അച്ഛനാണെന്ന് കേട്ടതും വേദു അബിയുടെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എങ്ങോട്ടും വിടില്ലെന്ന പോലെ അവസാനം അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. അച്ഛനെ മോളെ വിട്ട് എങ്ങോട്ടും പോവില്ല. അച്ഛൻ മോളെ കൊണ്ടുപോകാനാ വന്നേ. ഇത്രയും നേരം ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്ന ദേവു അബി അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ടതോടെ സ്വബോധത്തിലേക്ക് വന്നു. മുഖത്ത് ഗൗരവം വരുത്തി അബിയുടെ അരികിൽ ചെന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ നോക്കിയെങ്കിലും അബി പിടിവിട്ടില്ല. എൻ്റെ കുഞ്ഞിനെങ്ങ് താ, ദേവു പറഞ്ഞു. നിന്റെ മാത്രം കുഞ്ഞല്ലല്ലോ, ഇതെൻ്റെയും കൂടി കുഞ്ഞാ. അബിയും വിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞോ? അതിന് നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടേ 5 വർഷമായില്ലേ, പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാവും? ദേവുവിൻ്റെ ചോദ്യം അബിയെ ചെറുതായി ദേഷ്യം പിടിപ്പിച്ചു. അവൻ ദക്ഷിണയും പാറുവിനെയും ഒന്ന് നോക്കി. അവരുടെ മുന്നിൽ വെച്ച് ഇതിനുള്ള മറുപടി പറയാൻ അവൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഇവളോടൊന്ന് തനിച്ച് സംസാരിക്കണം, അബി എങ്ങോട്ടോ മിഴികളൂന്നി പറഞ്ഞതും ദക്ഷവും പാറുവും മുറിവിട്ടിറങ്ങി. അവർ പോയതും ദേവും മുറിവിട്ടിറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അബി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഡോറടച്ച് ലോക്ക് ചെയ്തു. ഡോറിൻ്റെ കീ എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. അവൻ്റെ പ്രവൃത്തി കണ്ടു ദേവുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അബി വേദുവിനെ ബെഡിലിരുത്തി അവളുടെ കവിളിൽ ഒന്നുകൂടി ചുണ്ടമർത്തിക്കൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. വേദു ആവട്ടെ നിറഞ്ഞ ചിരിയോടെ തലകുലുക്കി സമ്മതിച്ചു. അബി കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്നും പ്രഗ്നൻസി റിവീൽ ചെയ്യാൻ വേണ്ടി ദേവ് ഒന്ന് കരുതി വെച്ച ആ ബേബി ഷൂസും പ്രഗ്നൻസി കാർഡും അവൾക്ക് നേരെ നീട്ടിയതും ഒരു നിമിഷം അവൾ എന്ത് പറയണം എന്നറിയാതെ നിന്ന് പതറി. ഇതെന്താ? അബി ചോദിച്ചു. അത് ആ ആക്സിഡൻറ്റിൽ മിസ്കാരേജ് ആയിപ്പോയില്ലേ? ദേവ് തപ്പിത്തടഞ്ഞു. ആക്സിഡൻറ്റിൽ നിനക്ക് മിസ്കാരേജ് ഉണ്ടായിട്ടില്ല. നിന്നെ പരിശോധിച്ചത് ഞാനാണ്. പക്ഷേ നിൻ്റെ പ്രഗ്നൻസി അന്നേരം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പറ്റിയിരുന്നേൽ ഒരു പക്ഷേ ഞാൻ അബി അത്രയും പറഞ്ഞു നിർത്തി. ഒരു പക്ഷേ പറ, നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്നെ അങ്ങനെയൊന്നും പറയായിരുന്നില്ല എന്നാണോ? ശരിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിരുന്നേ നിങ്ങളൊന്നും പറയായിരുന്നില്ല. പകരം മറ്റു പലതും പോലെ നിങ്ങൾ എന്നോടുള്ള ദേഷ്യം മുഴുവനും മനസ്സിൽ കൊണ്ട് നടന്നേ. പുറമേ സ്നേഹം നടിച്ചേനെ. നിങ്ങൾക്ക് അന്നും ഇന്നും എന്നും വലുത് നിങ്ങളുടെ പെങ്ങന്മാരാണല്ലോ. അതിനിടയിൽ ഞാൻ ആരല്ലേ? അമ്മോ മോളെ, ഞാൻ വിളിക്കരുത്, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് നിങ്ങളുടെ കുഞ്ഞിലെന്ന് പറഞ്ഞില്ലേ? ഈ കുഞ്ഞിൽ നിങ്ങൾക്കൊരു അവകാശമില്ല. പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നേ? പൊയ്ക്കോ, എനിക്ക് കാണണ്ട നിങ്ങളെ. അബിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുഷ്ടി ചുരുട്ടി പിടിച്ച് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. അമ്മോ, മോളടുത്തുണ്ടായിപ്പോയി. ഇല്ലേ നീ എൻ്റെ കൈയുടെ ചൂടറിഞ്ഞേനെ. നിങ്ങളെന്നെ തല്ലോന്ന് എന്നാ ഒന്ന് കാണട്ടെ. അബിയുടെ നെഞ്ച് പിടിച്ച് പിന്നിലോട്ട് തള്ളിക്കൊണ്ട് ദേവ് ചോദിച്ചു. ദേ അമ്മു, കളിക്കല്ലേ. ആരാടോ തൻ്റെ അമ്മു? ആരാന്ന്? അവൾ പിന്നെയും അവൻ്റെ നെഞ്ച് പിടിച്ച് തള്ളി. ആ നിമിഷം അവൻ അവളുടെ ഇരു കയ്യിലും പിടുത്തിട്ടു. അവൾക്കൊന്ന് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ലോക്ക് ചെയ്ത് വെച്ച് അവനോട് അടുപ്പിച്ചു. വിടടോ, വിടാൻ. ദേവ് കുതറി മാറാൻ നോക്കി. ദേ അമ്മു, കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടോ. അതെ, എൻ്റെ മോളാ, അതിന് തനിക്കെന്താ? നിന്റെ മോളോ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എൻ്റെ കൈ. വേദന കൊണ്ട് അവളൊന്ന് എരിവലിച്ചു. പിന്നെ എന്തിനാമോ അങ്ങനെയൊക്കെ പറയുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ വേദനിപ്പിച്ചത്. വേദനിച്ചോ? അവളുടെ കാതോരം ഊതിക്കൊണ്ടവൻ ആർദ്രമായി സ്വകാര്യം പോലെ മുഴഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. 5 വർഷത്തിന് ശേഷം അവനോട് അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിറയലും വെപ്രാളവും. പറാമോ, നൊന്തോന്ന്? അവളുടെ നഗ്നമായ തോളിലൂടെ മെല്ലെ ഊതിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ ചുടുനിശ്വാസം തോളിൽ തട്ടിയതും അവളുടെ ഹൃദയം പോലും വിറച്ചിരുന്നു. അമ്മു, എന്നോട് അത്രയ്ക്കും ദേഷ്യ? അവളുടെ പേരുച്ചരിക്കുമ്പോൾ അവൻ്റെ സ്വരം നേർത്തിരുന്നു. അവളൊന്നും മിണ്ടിയില്ല, കുതറിയതുമില്ല. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ്റെ കൈക്കുള്ളിൽ അവൾ അടങ്ങി നിന്നു. അമ്മൂസേ, വരുന്ന വഴിയിൽ ഞാൻ വിശാൽ ശേഖറിനെയും അയാളുടെ ഭാര്യയും അവരുടെ മകൾ ആലിൻ റോസിനെയും കണ്ടിരുന്നു. നിന്റെ കൂട്ടുകാരെന്നോടുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ മോളെ തിരിച്ചറിയാൻ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല. എൻ്റെ മോളെ കണ്ട് അറിഞ്ഞൂടെ? എൻ്റെ അതേ ചായ, ആ കണ്ണും മൂക്കും
ചുണ്ടും നെറ്റിയും ഒക്കെ നോക്കിക്കേ, എല്ലാം എൻ്റേതുപോലെ തന്നെ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ എൻ്റെ കുഞ്ഞു മാലാക. എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. കുന്തം, നിങ്ങളുടെ ഒരു ചായയും അവൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാം എൻ്റെയാ. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടെ ആടിനെ പട്ടിയാക്കുന്ന നിങ്ങളുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതുപോലെ പൊന്നുമോൾക്ക് കിട്ടിയിട്ടുണ്ട്. കൈമുട്ട് മടക്കി അവൻ്റെ വയറിനിടിച്ചതും അവൻ അവളിൽ നിന്നുള്ള പിടിവിട്ടിരുന്നു. അന്നേരം ദേവ് അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടതും അവൻ മലർന്നടിച്ച് ബെഡിലേക്ക് വീഴുകയായിരുന്നു. അയ്യോ അച്ഛാ, അച്ഛന് വേദനിച്ചോ? അബി ബെഡിലേക്ക് വീണത് കണ്ടതും വേദു അബിയുടെ അരികിലേക്ക് വന്നു. അന്നേരം അബി അവളെ എടുത്ത് തൻ്റെ നെഞ്ചിന് മേലെ ഇരുത്തി. അച്ഛൻ്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് അനുസരണയുള്ള കുട്ടിയായി വേദൂട്ടി അടങ്ങിക്കിടന്നു. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ? അബി കുഞ്ഞിനോട് പറഞ്ഞു. നമ്മുടെ വീടോ? ഇതല്ലേ നമ്മുടെ വീട്? വേദു ചോദിച്ചു. ഹേയ്, ഇത് അമ്മയുടെ വീടല്ലേ. നമ്മുടെ വീടേ ഇതല്ല, വേറെയാ. അവിടെ ഒരുപാട് പേര് മോളെ കാണാൻ കാത്തിരിക്കുക. നമുക്ക് പോവാം, അബി അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പോവാം. വേദു അബിയുടെ നെഞ്ചിൽ കയറി കുത്തിയിരുന്നുകൊണ്ട് കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ട് പോവാൻ? അവൾ എങ്ങോട്ടുമില്ല. ഞങ്ങളെ പെട്ടെന്ന് തിരിച്ചു പോവും. ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അബി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദേവു പറഞ്ഞു. നീ പൊയ്ക്കോന്നേ, എൻ്റെ മോളെ എങ്ങോട്ടും വരുന്നില്ല അല്ലേ വാവേ? ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നോളാം, അമ്മ പൊയ്ക്കോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അതേ സ്വഭാവമെന്ന്. അമ്മയെ ഒറ്റക്കാക്കി ഞാൻ എങ്ങും പോവില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്ന പെണ്ണാ. ഇപ്പം നോക്കിക്കേ, അവൾക്കേ എന്നെ വേണ്ട. അതെ, ഇയാളൊന്ന് ഇവിടെ നിന്ന് ഒന്ന് പോയി തരുമോ? എനിക്ക് ഈ സാരി മാറണം, കുളിക്കണം, പ്ലീസ്. സാരി മാറിക്കോ, അതിനെന്താ? വേണേ ഞാൻ സഹായിക്കാം, അബി പറഞ്ഞു. ദേ, കൊച്ചിൻ്റെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് പോയേ. ഞാനിപ്പോഴൊന്നും പോവില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. നീ അലക്കുകയോ കുളിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യേ. എങ്കിൽ ആ കീങ്ങിതാ, ഞാൻ അപ്പുറത്തെ മുറിയിൽ ചെന്ന് ഫ്രഷ് ആയിക്കോളാം. ദേവു അവന് നേരെ കൈ നീട്ടി. ദേവു പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അബി കുഞ്ഞിനോടത്ത് കളിക്കാൻ തുടങ്ങി. അതിനിടയിൽ അബി വേദൂട്ടിയെ ചേർത്ത് പിടിച്ച് പല പോസിലുള്ള ഫോട്ടോസും എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സഹിക്കട്ട ദേവു അവൻ്റെ അരികിൽ ചെന്നു ബെഡിൽ കിടക്കുന്ന അബിയുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കയറ്റു. ദേവു കീ തപ്പാൻ തുടങ്ങി. അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഡി, വേണ്ടാത്തടത്തൊക്കെ കൈയിട്ടേ നീ മനുഷ്യൻ്റെ കൺട്രോൾ കളയല്ലേ. തൻ്റെ പോക്കറ്റിലേക്ക് നീണ്ട അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ ദേവു വിടാൻ ഒരുക്കമല്ലായിരുന്നു. അവൾ പിന്നെയും അവൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തി തപ്പാൻ തുടങ്ങി. ആ പോക്കറ്റിലില്ല എന്ന് മനസ്സിലായതും അവൾ ആ കൈ പിൻവലിക്കാതെ തൻ്റെ മറ്റേ കൈ അവൻ്റെ മറ്റേ പോക്കറ്റിലിട്ടു. കീ കിട്ടിയാൽ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഉറപ്പുള്ളതിനാൽ അബി തൻ്റെ മേലിൽ നിന്നും കുഞ്ഞിനെ മാറ്റി നിർത്തി. സാരിയുടെ ഇടയിലൂടെ അനാവൃതമായ അവളുടെ വയറിൽ മെല്ലെ ഒന്ന് തഴുകിയതും ഒരു തരം പിടച്ചിലോടെ അവൾ അവൻ്റെ മേലേക്ക് വീഴുകയായിരുന്നു. ആ നിമിഷം അബി അവസരം ശരിക്കും മുതലാക്കി അവളെ കെട്ടിപ്പിടിച്ച് ഒന്ന് മറിഞ്ഞതും അബിയുടെ കീഴിൽ നിന്ന് ദേവു അവനെ ദഹിപ്പിച്ചു നോക്കി. ദേവുവിൻ്റെ കൈ ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ മേലെ അമർന്നതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. അബിയുടെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം ഒഴുകി നടക്കുകയായിരുന്നു. ദേഷ്യം കൊണ്ട് ചുവന്നു വന്ന അവളുടെ കവളുകൾ അവന് കടിച്ചെടുക്കാൻ തോന്നി. അച്ഛൻ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ, അബി വേദുവിനോട് ചോദിച്ചു. അബിയുടെ ചോദ്യം കേട്ട് വേദൂട്ടി വിടർന്ന മുഖത്തോടെ കൊടുത്തോളാൻ പറഞ്ഞതും അബി ദേവുവിൻ്റെ ഉണ്ട കവളിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനത്താൽ ഒരു നിമിഷം ദേവുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. വേദൂട്ടിയാണെങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം കണ്ട് കൈയൊടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദേ, ഇവിടെ കൂടി ഒരു ഉമ്മ കൊടുക്കട്ടെ. ദേവുവിൻ്റെ മറ്റേ കവള് കൂടി കാട്ടിക്കൊണ്ട് അബി വേദൂട്ടിയോട് ചോദിച്ചതും അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു. അബിയുടെ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും ദേവു സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി. ദേവു ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവനെ ദഹിപ്പിച്ചു നോക്കി. നിങ്ങൾ എന്നെ തൊടുന്നത് പോയിട്ട് നിങ്ങളുടെ ഒരു നോട്ടം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഹേറ്റ് യു. ഇത്രയും നാൾ കിട്ടാത്ത സ്നേഹമൊന്നും തുടർന്നും എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല. അവൾ എൻ്റെ മാത്രം കുഞ്ഞാ, എൻ്റെ മാത്രം കുഞ്ഞ്. അച്ഛനെന്ന് അവകാശം പറഞ്ഞ് എൻ്റെ മോൾ ഒരിക്കലും നിങ്ങളുടെ അരികിലേക്ക് വരില്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല. എൻ്റെ കുഞ്ഞിനെ മാന്യമായി പോറ്റാനുള്ള ജോലിയൊക്കെ എനിക്കുണ്ട്. ഞാനിന്ന് UK പ്രശസ്തമായ ഹോസ്പിറ്റലിലെ തിരക്കുള്ളൊരു ഡോക്ടറാണ്. അതുകൊണ്ട് ദയവ് ചെയ്തേ എന്നെ എൻ്റെ വഴിക്ക് വിട് പ്ലീസ്. ദേവ് പറഞ്ഞ വാക്കുകൾ ഓരോന്നും അബിയെ ചുട്ടുപൊള്ളിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അബി വേദുവിനെ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇരു കവളിലും ഉമ്മ വെച്ചു.
അബി പോക്കറ്റിൽ നിന്നും ഡോറിൻ്റെ കീ എടുത്ത് ഡോറും തുറന്ന് അവിടെ നിന്ന് പോവാനൊരുങ്ങി. പിന്നീട് നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. ഇപ്പോൾ ഞാൻ പോവാണ്, പക്ഷെ നാളെ ഞാൻ വരും എൻ്റെ മോളെ കൊണ്ടുപോവാൻ. അത്രയും പറഞ്ഞ അബി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നത് ദേവ് നോക്കി നിന്നു. അബി ഇറങ്ങാൻ നേരം സിറ്റ് ഔട്ടിൽ ദക്ഷുണ്ടായിരുന്നു. നീയും മറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയെന്നേ എനിക്ക് മനസ്സിലായി. ഞാനന്ന് അമ്മൂനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം പറഞ്ഞ് ആരുടെയും സിമ്പതി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ 5 വർഷങ്ങൾ അത് തിരികെ തരാൻ ആർക്കും പറ്റില്ല. ഒരച്ഛൻ്റെ അവകാശങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ആങ്ങളെയും പെങ്ങളും കൂടി എനിക്ക് നിഷേധിച്ചത്. എൻ്റെ മോൾക്ക് കിട്ടാതെ പോയ അച്ഛൻ്റെ സ്നേഹം ഇനി എനിക്ക് ആവോളം കൊടുക്കണം. അതുകൊണ്ട് പറ്റുമെങ്കിൽ പെങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അത്രയും പറഞ്ഞ അബി തൻ്റെ വണ്ടിയിൽ കയറിപ്പോയി. വീട്ടിലെത്തിയ അബി എല്ലാവർക്കും വേദുവിൻ്റെ ഫോട്ടോസ് കാണിച്ചു. അവർക്കൊക്കെ അവളെ കാണാൻ കൊതിയായി. അച്ചുവും വിഷ്ണുവും തമ്മിലുള്ള മാരേജ് കഴിഞ്ഞിട്ട് 6 മാസം ആയതേ ഉള്ളൂ. അച്ചു പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യുന്നു. അപ്പു ഡിഗ്രി കഴിഞ്ഞു. 2 വർഷത്തെ പഠനം അവൾക്ക് നഷ്ടമായിരുന്നു. ചോട്ടു +2-ലാണ്. ആരവും വിഷ്ണുവും അബിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ആമിക്കും ഹർഷനും 2 മക്കളാണ്, 2 ആൺകുട്ടികൾ. ഹർഷൻ ഇപ്പോൾ അവിടുത്തെ MLA ആണ്. രാഹുലിനും അനുവിനും ആൺകുട്ടി തന്നെയാണ്. രണ്ടാമതും അനു പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 7 മാസം ആയിരിക്കുന്നു. ദക്ഷും പാറുവും തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പാറുവിന് ഇത് 8-ാം മാസമാണ്. അനുവിന് ആമയ്ക്കും ആൺകുട്ടികളായതുകൊണ്ട് വേദൂട്ടിയെ കാണാനുള്ള കൊതിയോടെ ഇരിക്കുവാണ് എല്ലാവരും. അന്ന് രാത്രി അബി എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. പിറ്റേന്ന് രാവിലത്തെ സർജറി കഴിഞ്ഞു. അബി തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടി പോവുകയായിരുന്നു. അപ്പോഴാണ് ദേവും മോളും തിരിച്ചു പോയെന്ന് ദക്ഷ് പറയുന്നത്. ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കുറച്ചധികം നേരമായിരുന്നു. 12 മണിക്കാണ് ഫ്ലൈറ്റ് എന്നും ദക്ഷ് പറഞ്ഞതോടെ എയർപോർട്ടിൽ ലക്ഷ്യം വെച്ച് അബി അവിടുന്ന് ധൃതിയിൽ പുറപ്പെട്ടു. എങ്ങനെയൊക്കെ അബി എയർപോർട്ടിലെത്തി. അപ്പോഴേക്കും സമയം 12:30 ആയിരുന്നു. അബി അവിടെ മുഴുവൻ ദേവുവിനെയും മോളെയും അന്വേഷിച്ചു. പിന്നീട് നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. 2 മണിയോടെ അബി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ അച്ചു ആയിരുന്നു ഡോർ തുറന്നത്. നീ എപ്പോൾ വന്നു? അച്ചുവിനോട് അബി ചോദിച്ചു. വിച്ചുവേട്ടൻ ഹോസ്പിറ്റലിൽ പോകാൻ നേരം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഇന്ന് കോളേജിൽ ലീവായിരുന്നു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അബി അവിടെ നിന്ന് നടന്നു നീങ്ങി. അബി സ്റ്റെയർ കയറി തൻ്റെ മുറിയിലേക്ക് നടന്നു. അതിനിടയിലാണ് അപ്പുവിൻ്റെയും ചോട്ടുവിൻ്റെയും മുറിയിൽ നിന്ന് കളിയും ചിരിയും വേറെ എന്തൊക്കെയോ ശബ്ദങ്ങളും കൂടി കേൾക്കുന്നത്. അപ്പു ചേച്ചി, ഇനിയൊരു പാട്ട് കൂടി പാടുവോ? വേദൂട്ടിയുടെ ശബ്ദം അബിയുടെ കാതിൽ തുളച്ചു കയറി. ചേച്ചിയോ? ഞാൻ നിന്റെ അപ്പച്ചിയാടി കാന്താരി. വേദുവിനോടെന്ന പോലെയുള്ള അപ്പുവിൻ്റെ ആ മറുപടി കേട്ടതും അബി ആകാംക്ഷയോടെ അങ്ങോട്ട് നടന്നു. മുറിയിലെത്തിയ അബിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ വിടർന്നു. അപ്പുവിൻ്റെയും ചോട്ടുവിൻ്റെയും കൂടെ കളിക്കുന്ന വേദു അബിയുടെ കണ്ണുകൾ മേഞ്ഞു വന്നു. വാതിൽക്കൽ അബിയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞതും മൂവരും അങ്ങോട്ട് നോക്കി. അബിയെ കണ്ടതും അച്ചായെന്ന് വിളിച്ച വേദ അപ്പുവിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടി. അബി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അതുപോലെ നിന്നതും അബി അവളെ നേരെ നിർത്തി. ഞാൻ കരുതി മോളച്ഛനെ തനിച്ചാക്കി പോയെന്ന്. അച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോയില്ല. അബിയുടെ തോളിൽ തലചായ്ച്ചുകൊണ്ട് വേദൂട്ടി പറഞ്ഞു. മോളുടെ അമ്മ എവിടെ? അബി ചോദിച്ചു. അമ്മ മുറിയിലുണ്ട്. ആണോ? എന്നാ മോൾ ഇവിടെ കളിച്ചോട്ടോ. അച്ഛൻ അമ്മയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അബി ധൃതിയിൽ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഡോറിൻ്റെ ലോക്ക് പിടിച്ച് താഴ്ത്തിയതും ഇട്ടിരിക്കുന്ന ടോപ്പ് പൊക്കാനൊരുങ്ങുന്ന ദേവുവിനെയാണ് കാണുന്നത്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും ദേവു വെപ്രാളത്തോടെ ടോപ്പ് പിടിച്ച് താഴ്ത്തി. ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ? അബി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ദേവു അവനെ പുച്ഛത്തോടൊന്ന് നോക്കി. ഒന്നും മിണ്ടാതെ വാഷ്റൂമിലേക്ക് കയറിപ്പോകുന്നത് നോക്കി നിന്ന് അബി ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ദക്ഷിണെ വിളിച്ചു കുറച്ച് പച്ചത്തറി പറഞ്ഞപ്പോഴാണ് ഇത്രയും നേരം അനുഭവിച്ച ടെൻഷന് ഒരു അയവ് വന്നത്. തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ ദേവുവിൻ്റെ കുളിയും കഴിഞ്ഞിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ വരവിന് പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം? അവന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ദേവ് പുറംതിരിഞ്ഞ് നിന്ന് മുടി ഉണക്കുകയാണ്. പിറകിൽ ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചാലോ? വേണ്ട, തൽക്കാലം ഒരു ഇത്തിരി അകലം പാലിച്ചു നിന്നേക്കാം. ഇല്ലേൽ പെട്ടിയും പ്രമാണം എടുത്ത് വീണ്ടും ഇറങ്ങിയാലോ? വേണ്ട, പാടില്ല. അവൾ അറിയാത്ത അവളെ പിന്തുടരുന്ന ആ ശത്രു അവളുടെ മുന്നിൽ ചെന്ന് പെട്ട ഇനി ജീവൻ പോലും ബാക്കി കാണില്ല. ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ അമ്മൂനെ. എന്നിൽ നിന്നും 5 വർഷം അകറ്റി നിർത്തിയത് മതിയായില്ലേ? അമ്മുവിൻ്റെ തിരിച്ചു വരവറിഞ്ഞ വീണ്ടും അവൾ കളി തുടങ്ങും. അത്രയും മനസ്സിൽ പറഞ്ഞ അബി മുറിയിലേക്ക് കയറി വന്നു. തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങിയതും ദേവു തൻ്റെ കയ്യിലെ ടവലെടുത്ത് അബിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു.